ഹായ്, ഇന്ന് പലർക്കും അറിയാത്തൊരു സംഭവമാണ് എങ്ങനെ ജോഗ് ചെയ്യാം. അല്ലെങ്കിൽ എല്ലാവരും ഇപ്പോൾ നമുക്ക് അറിയുന്ന ആൾക്കാർ വരെ എല്ലാവരും ജോഗ് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ വാക്ക് ചെയ്യാൻ പോകുന്നവരാണ്. അപ്പോൾ ഇതെങ്ങനെ പ്രോപ്പറായിട്ട് വേയിൽ ചെയ്യാന്നുള്ളത് A to Z കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് വീഡിയോ ഫുള്ള് കണ്ടോട്ടോ. ഏതൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ ജോഗിങ്ങിന് പോവുകയാണെങ്കിലും വാക്കിങ്ങിന് പോവുകയാണെങ്കിലും റണ്ണിങ്ങിന് പോവുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും ചെറിയ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു വാമ്പ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചറി വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വാമ്പ് കാണിച്ചു തരാം. നമ്മൾ ജോഗിങ്ങിന് അല്ലെങ്കിൽ റണ്ണിങ്ങിന് വാക്കിങ്ങിന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആകുന്ന മസിൽസ് എന്ന് പറഞ്ഞാൽ ലെഗാണ്. അപ്പോൾ ഇതിന് മാക്സിമം ഫുൾ ബോഡി നമുക്ക് ചെയ്യാം, പക്ഷേ മാക്സിമം നമ്മൾ എന്ത് ചെയ്യും, അഡ്വാൻസ് കൊടുക്കേണ്ടത് ലെഗിനായിരിക്കണം. അപ്പോൾ നമുക്ക് ലെഗിന് ഫോക്കസ് ചെയ്തിട്ട് വേണം ഈ വാമ്പ് ചെയ്യാൻ. അതേപോലെ തന്നെ ഫുൾ ബോഡി വാമ്പും ആയിരിക്കണം. ഓക്കെ, വാമ്പ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ചില നെക്ക് ഒരു ടോ വരെ ചെയ്യണമെന്നാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ അപ്പർ ബോഡി ജസ്റ്റ് ഒന്ന് ആക്റ്റീവ് ചെയ്താൽ മതി. ലോവർ ബോഡി മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, പറ്റുന്ന രീതിയിൽ ആക്ടിവേഷൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നെക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നെക്ക് തന്നെ സൈഡ് വേഡ് ചെയ്യാം. എല്ലാ വർക്കൗട്ടും ഒരു 10 തവണ ചെയ്യണം. മാക്സിമം 10 കൗണ്ട് ചെയ്യണം നിർബന്ധമായിട്ട്. ഓക്കെ, നമ്മൾ നടക്കുമ്പോഴും ഓടുമ്പോഴും അതേപോലെ തന്നെ ജോഗ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വരാൻ പറ്റുന്ന ഒരു ഇഞ്ചുറിയാണ് ഈ ആംഗിൾ ഡിസ്ലൊക്കേഷൻ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. നമുക്ക് ഫ്രണ്ടും ബാക്കും ഒക്കെ ചെയ്യാം. ദെൻ റൊട്ടേഷൻ, ഈ റൊട്ടേഷൻ തന്നെ റിവേഴ്സും ചെയ്യണം 10 കൗണ്ട്. ഓക്കെ, ഷോൾഡർ റൊട്ടേഷൻ അതിന് റിവേഴ്സും ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഓപ്പോസിറ്റ്. ഓക്കെ, അതേപോലെ തന്നെ ലെഗിൻ്റെ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഹോൾഡിംഗ് ആണ് ചെയ്യുന്നത് മാക്സിമം ഫസ്റ്റ്. അപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് ഹോൾഡ് ചെയ്യുക 10 സെക്കൻഡ്. ദെൻ ഓപ്പോസിറ്റ് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഇത് ഓക്കെ, ചെറിയ മൂവ്മെൻറ്റ് കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മൾ എന്തിനാ ചെറിയ ജമ്പിങ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഫാറ്റ് ലോസിന് വേണ്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നല്ല തടിയുള്ള ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ഓടാൻ നിൽക്കരുത്. കാരണം നീ ഇഞ്ചറി വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഗ്രാജ്വലി നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്ത് വരിക. ആദ്യം നിങ്ങൾ വാക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ജോഗിങ്ങിലേക്കും റണ്ണിങ്ങിലേക്കും കൊണ്ടുവരാൻ. നിങ്ങളൊരു ജോഗിങ് അല്ലെങ്കിൽ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഫസ്റ്റ് ടൈം തന്നെ ഇപ്പോൾ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുക. ഫസ്റ്റ് ടൈം നിങ്ങൾ റൺ ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ ആദ്യം മുന്നോട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, വാക്ക് ചെയ്ത് വാമായിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, റൺ ചെയ്യാൻ തുടങ്ങാൻ. ഗ്രാജ്വലി മെല്ലെ മെല്ലെ നടന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല ജോഗിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒറ്റയടിക്ക് നിങ്ങൾ ജോഗ് ചെയ്യേണ്ട ആവശ്യമില്ല, മെല്ലെ മെല്ലെ ജോഗ് ചെയ്യാം. നിങ്ങൾ ജോഗിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ദൂരം പോയിട്ട് നിങ്ങൾക്ക് നിർത്താവുന്നതാണ്. നിങ്ങൾ ഓരോ ദിവസം കഴിയുന്നതനുസരിച്ച് ദൂരം കൂട്ടി കൊണ്ടുവരാം. നിങ്ങൾക്ക് ജോഗിങ് കഴിഞ്ഞുള്ള സ്ട്രെച്ചിങ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ കാണാം.